കറക്റ്റല്ലേ? ഇതേ ഒരാൾ വീണ്. അപ്പൊ ഹലോ ഗായ്സ്, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നൊക്കെ ആയിട്ട് നടക്കുവാണ്. അപ്പൊ അതിനിടക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോ ഞങ്ങൾ വെച്ചിട്ട് കയാക്കിങ്ങിന് പോകാമെന്ന്. അപ്പം ഞങ്ങൾ എടുത്തേക്കുന്ന സ്ലോട്ട് എന്ന് പറയുന്നത് രാവിലെ 6 തൊട്ട് 8:30 വരെയുള്ള സ്ലോട്ടാണ്. അപ്പൊ ഇത് മാൻഗ്രൂ റൂട്ട് എന്ന് പറയുന്ന മരട് ഏരിയ അല്ലേ, മരട് ഏരിയ അടുത്തുള്ള ഒരു ഏജൻസിയാണ്. ഞാൻ എന്റെ കറക്റ്റ് ലൊക്കേഷൻസും നമ്പറും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ ഇനി ബാക്കി അതിന്റെ വീഡിയോ നമുക്ക് കാണാം. അടിച്ചു പൊട്ടിക്കും. അപ്പം ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ. ഇവിടെ കാറിന് വരുന്നവർക്ക് പാർക്കിങ്ങിന് പ്രശ്നമൊന്നുമില്ല. കാറിനൊക്കെ പാർക്ക് ചെയ്യാം, സൈഡിൽ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം. പിന്നെ ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഇതാണ് ഐ തിങ്ക് ദ സ്റ്റാർട്ടിങ് ലൊക്കേഷൻ. ഒന്ന് പുറകോട്ടൊക്കെ സേഫ്റ്റി വെസ്റ്റെല്ലാം തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബ്രീഫിംഗ് ഉണ്ടാവും. അപ്പം ഇൻസ്ട്രക്ടർ തന്നെ നമുക്ക് എല്ലാം ബ്രീഫ് ചെയ്ത് തരുന്നത് എങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, കറക്റ്റ് എങ്ങനെ തുഴയാം, മുന്നോട്ട് പോകാൻ വേണ്ടി എന്ത് ചെയ്യണം, പുറകോട്ട് പോകാൻ വേണ്ടി എന്ത് ചെയ്യണം, ലെഫ്റ്റ് പോകാൻ വേണ്ടി, റൈറ്റ് പോകാൻ വേണ്ടി. അപ്പോൾ ഫുള്ള് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പം ഇനി ആദ്യമായിട്ട് വരുന്നവർക്ക് അതൊരു ഹെൽപ്ഫുൾ തന്നെയാണത്. നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് ഇവിടെ വരുന്നത് ബോട്ട് യൂസ് ചെയ്യാൻ വേണ്ടി. ഒന്നെങ്കിൽ 2 പേർക്ക് ഒരെണ്ണത്തിരുന്ന് പോകാനുള്ളത്, അല്ലെങ്കിൽ സിംഗിളായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടും എന്നെ ഒറ്റയ്ക്ക് വിടാത്തത് കൊണ്ടും ഞാൻ ചൂസ് ചെയ്തത് 2 പേർക്കുള്ളത് തന്നെയാണ്. പിന്നെ 2 പേര് ഒരുമിച്ച് പോകുന്നതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ഫ്രണ്ട് ഇരിക്കുന്ന ആൾ പുറകോട്ട് തുഴയാണ്, പുറകെ ഇരിക്കുന്ന ആൾ ഫ്രണ്ട് തുഴഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടും പോകത്തില്ല. പിന്നെ അതായത് റൈറ്റിലെടുത്തിരിക്കുമ്പോൾ കറക്റ്റ് അപ്പുറത്തിരിക്കുന്ന ആൾ റൈറ്റ്, ബാക്കിരിക്കുന്ന ആൾ റൈറ്റിലോട്ട് തന്നെ തുഴയണം. അല്ലെങ്കിൽ ഫ്രണ്ടോട്ടും പോകത്തില്ല, ബാക്കോട്ടും പോകത്തില്ല, സൈഡിലോട്ടും പോകത്തില്ല. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഞങ്ങൾ കയറി ഉടനെ തന്നെ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അതായത് ഞാനിങ്ങനെ പറയുമ്പോൾ പുറത്തോട്ട് പറയണം, തിരിക്കണം, നോക്കിയുള്ള കറക്റ്റ് ഞങ്ങൾ തമ്മിൽ ഒരു ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്തു. കളഞ്ഞില്ല, വേണ്ട. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. എന്നൊക്കെ നമ്മുടെ ട്രെയിനർ എവിടെ പോയെന്ന് അറിയില്ല. ട്രെയിനറല്ല, എൻ്റെ ഗൈഡ്. ഇതൊന്നും ഗൈഡ് എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെയാണ്. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി. അപ്പോൾ പുള്ളി അവിടെ ഇത് കണ്ടോ, കണ്ടൽക്കാട് പോലെ, അതിനകത്തോട്ട് കയറി. പുള്ളി അതിനകത്തോട്ട് പോയിട്ടുണ്ട്, കണ്ടില്ല. പിന്നെ മിക്കവാറും പുള്ളി അതിനകത്ത് ഒരു രാവിലത്തെ പ്രഭാത കർമ്മത്തിനുള്ള സമയമായി അപ്പിടാൻ പോയതായിരിക്കും. അപ്പിട്ട് കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചു വരും. അപ്പോൾ നമുക്ക് കാണട്ടെ. അപ്പിട്ട് കുണ്ടി അടിക്കാൻ വരെ വെള്ളമുണ്ട്. വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുക, കുണ്ടി തയ്ക്കുക. വന്നിട്ടുണ്ട്, പുള്ളി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തുഴഞ്ഞങ്ങ് പോകും. നിങ്ങൾ സ്ട്രെയിറ്റ് നോക്കണേ, അവിടെ ഒരു വലിയൊരു മരം കാണാം. അതൊരു ഐലൻഡ് പോലെ ഇരിക്കണ തന്നെ. അവിടെയാണ് ബേർഡ്സൊക്കെ മൈഗ്രേറ്റ് വന്നിരിക്കണത്. കൂടുതലും ഈ ഒരു മരം, കാരണം ഇതൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഐലൻഡാണ്. ഇവിടെ ആൾക്കാരധികം വരത്തൊന്നുമില്ല, അധികം ആൾ ഇവിടെ വരത്തില്ല. ആക്ച്വലി ഇതൊരു ഐലൻഡ് പോലുള്ള സെറ്റപ്പാണ്. അതിനകത്തൊരു 1-2 മരം, 1-2 മരത്തിൻ്റെയാണ് ഈ ഫുള്ള് കാണുന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഐലൻഡ് പോലെ. ഒരു മരം തന്നെ, 1-2 മരം തന്നെ ഫുള്ള് ക്ലോസ്ഡ് ആക്കി വെച്ചേക്കണം. സെറ്റല്ലേ? ആക്ച്വലി ഇത് മാംഗ്രൂവ്സ് ആണെന്നാണ് തോന്നുന്നത്. പിന്നെ അവിടെ ആഴം കുറവാണ്. അത് മിക്കവാറും അത് ഐലൻഡിന് അടുത്തായിട്ടല്ലേ അവിടെ മുക്കി നോക്കാം. നിർത്തിക്കാന്ന്. ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ ആഴം കുറവാണ്. അത് കാണിച്ചു തരാം. അതെ, ശ്രദ്ധിച്ചു നോക്കാം. ഇതൊരു പങ്കായം, ഇത്രേ ഉള്ളു. അതായത് വെള്ളം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ.
ഒട്ടും മഴയില്ല. ഇത് കണ്ടോ, ഈ ഏരിയ കണ്ടോ? അതോട്ട് കയറാൻ ആക്ച്വലി നമുക്ക് പറ്റത്തില്ല എന്നല്ല, വിചാരിച്ച വെട്ടിത്തെളിച്ച് കയറാം, അതല്ല നോർമലായിട്ട് കയറാൻ പറ്റില്ല. കിളികൾക്കും അത്യാവശ്യം ജീവികൾക്കൊക്കെ സേഫ് സ്പേസ്, അതുകൊണ്ട് ഇതിവിടെ ഒരു മൈഗ്രേറ്റിംഗ് സ്പേസ് ആയിട്ട് ഇവർ ചൂസ് ചെയ്യണമെന്നാണ് തോന്നുന്നത്. ഇത് കണ്ടോ, ഇത് കണ്ടോ, അതെ ഇത് കണ്ടോ? ആൾക്കാർ ചിലപ്പോൾ ഇരിക്കാൻ വേണ്ടിയൊക്കെ പണി വെച്ചേക്കണായിരിക്കും. ഓക്കെ, അവിടെ ഇപ്പം പറയണ അവിടെ ഒരു ഇപ്പം നമ്മൾ കാണിച്ചൊരു സ്ഥലമല്ലേ, ആ കറക്റ്റ് ഏരിയയിൽ മരത്തിൽ കയറ്റുമായിരുന്നു. ഇപ്പോൾ അവിടെ എന്തോ പൊളിഞ്ഞ് കിടക്കും അങ്ങനെ എന്താണ്ടൊക്കെ ആയതുകൊണ്ട് റെഡിയാക്കിയിട്ടില്ല. റെഡിയാക്കാത്തത് കൊണ്ട് നമ്മളിപ്പോൾ അവിടെ കയറുന്നില്ല. അതിന് പകരം നമ്മൾ സ്ട്രേറ്റ് പോവാണ്. മൂന്നെണ്ണം ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ആക്ച്വലി മാൻഗ്രോവ്സിൻ്റെ സീഡ് എന്ന് പറയുന്നത്. നോക്കിയാൽ സീഡ് ഇത് ആക്ച്വലി വളർന്നു കഴിയാൻ നേരത്ത് നേരെ വന്ന് ഇവിടെ ഇങ്ങനെ കുത്തി നിൽക്കും. കുത്തി നിന്നിട്ടത് വളർന്നു വരും. അപ്പോൾ അത് വളർന്നു വരെ ഏകദേശം എടുക്കുന്ന 14 ഇയേഴ്സാണ്. ഇത് കണ്ടോ, ഇവിടെ വന്നാൽ നമുക്ക് ഇറങ്ങാം. ഇവിടെ ഏകദേശം ആഴമെന്ന് പറയാൻ കാണിച്ചു തരാം. പാഡിൽ കയാക്കിന്റെ സെന്റർ ആയിട്ട് ഒരു ഹാച്ച് ഉണ്ട്. ഏരിയയിലായിട്ട് ജസ്റ്റ് ചവിട്ടാം. എന്നിട്ട് പയ്യെ രണ്ട് ലെഗ് ഒരേപോലെ വെക്കാം. പയ്യെ പാഡിൽ ഫ്രണ്ട് വെക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പയ്യെ ഒന്ന് എഴുന്നേക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് പാഡിലെടുത്ത് ഒന്ന് പാഡിലെടുത്ത് പിന്നെ വെള്ളത്തിൽ ഇവിടെ വന്നിട്ട് വെള്ളത്തിറങ്ങാൻ മോശമല്ലേ? അത് പൊങ്കിടക്കുമല്ലേ? എണീറ്റോ ഇറങ്ങണവരൊന്നും കൂടി ശ്രദ്ധിച്ചോട്ടാ. ഫസ്റ്റ് സെന്ററിൽ ഹാച്ച് ഉണ്ട്, ഒരു സ്റ്റോറേജ് ടാങ്ക് ഉണ്ട്. ആ ടാങ്കിന്റെ രണ്ടിൽ ചവിട്ടാ. പയ്യെ പാഡിന്റെ ഫ്രണ്ട് വെച്ചിട്ട് പയ്യെ ടാങ്കിൽ ഒന്ന് സപ്പോർട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കട്ടെ ഞാൻ? വേണ്ട കുഞ്ഞാ, വെറുതെ കുഞ്ഞാ, ഞാൻ പാവല്ലേ. അല്ല ഫ്രൈജിന് ഞാൻ അത്രക്ക് പ്രിപ്പയർഡ് അല്ല. എന്നെ പ്രിപ്പയർഡ് ആയതല്ല, ഞാൻ തെന്നിപ്പോയത്. എന്താണ് ഇളകിയത്? എൻ്റെ പാഡിൽ വെള്ളത്തിൽ പോയി. അത് പൊങ്കിടക്കോ ആക്ച്വലി? ഇറങ്ങിക്കോ, ചാടിക്കോ. നീന്താൻ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നിനക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ട്, പിടിച്ചിറക്കാണ്. ഇറങ്ങി, ഞാൻ ചവിട്ടി ഇറക്കണോ? എന്നാ അങ്ങോട്ട് ഇറങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇറങ്ങിക്കോ. ആ ചാടിറങ്ങിക്കോ. ഇതെല്ലാം കഴിഞ്ഞ് ഇതൊരു പർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾ അവർ കൊണ്ടുപോയിട്ട് മോർണിംഗ് സ്നാക്സ് ആയിട്ട് കട്ടൻ ചായ പഴംപൊരിയും തരും. ബേസിക്കലി ഇത്രയാണ് വരുന്നത്. ഇത് ഞാൻ പോയപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരുന്നത് 750 പെർ പേഴ്സൺ ആണ്. അപ്പം 750 എനിക്ക് ഓക്കെ ആയിട്ട് തന്നെയാണ് തോന്നിയത്. ഫുള്ളി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ആക്ച്വലി. വെള്ളത്തിലിറങ്ങലും മാൻഗ്രോവ്സിൻ്റെ ഇടയിൽ കൂടെ പോകലൊക്കെ ആയതുകൊണ്ട്, തുഴയിലൊക്കെ ആയതുകൊണ്ട് ഒരു ഫൺ ആക്ടിവിറ്റി ആക്കുന്ന രീതിയിലായിരുന്നു ഞങ്ങൾക്കത്. അത് ആക്ച്വലി 750 വർത്താണ് അതിന്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഐ വിൽ ഷെയർ ദ ഡീറ്റെയിൽസ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇഷ്ടമായില്ലെങ്കിലും ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് ഷെയർസ്.